ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറിയൻ ട്രഡീഷണൽ പലഹാരമായിട്ടുള്ള മുട്ടമാലയുടെയും മുട്ട സുർക്കയുടെയും റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് 10 മുട്ട വെച്ചിട്ടുള്ള ഒരളവാണ്. നമ്മുടെ കോഴിക്കോടൻ ഭാഗങ്ങളിലൊക്കെ സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളി ട്രഡീഷണൽ പലഹാരമാണിത്. നമ്മളിത് പുഡിങ്ങിൻ്റെ കൂടെയും സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. കീപ് വാച്ചിങ് ഗൈസ്. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള 10 മുട്ടയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എഗ് യോക്കും എഗ് വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 10 എഗ്ഗും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എഗ് യോക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടും. മുട്ടമാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ 3 ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മുട്ടമാല തയ്യാറാക്കിയിട്ടെടുക്കാം. ഒരു പാൻ എടുത്ത ശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായി കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര മെൽറ്റായിട്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഈ വെള്ളം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഈ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ തീ കൂട്ടി വെക്കുന്ന സമയത്ത് പഞ്ചസാരയിലുള്ള വേസ്റ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും. അങ്ങനെ നമ്മളൊരു 5 വട്ടം ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊന്ന് ചെയ്തിട്ടെടുക്കുക. മുട്ടമാല തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് നമ്മളിതിന് കൂട്ടി വെക്കണം. ഈ ഒരു പത വരുന്ന സ്ഥലത്ത് വേണം നമ്മൾ മുട്ടമാല ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുട്ടമാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട സുർക്ക റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക്
എഗ് വൈറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നേരത്തെ നമ്മൾ മുട്ടമാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പിൽ നിന്നും 1/4 ഗ്ലാസ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. സ്റ്റീലിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിക്കായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം ഇതൊന്ന് തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു പാത്രത്തിൽ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മുകളിലൊരു തട്ട് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട സുർക്കയുടെ ഈ ഒരു മിക്സ് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ട സുർക്ക ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടമാലയും മുട്ട സുർക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.